അപ്പോൾ ഞാൻ ചെറിയൊരു സംഭവം കാണിച്ചു കേട്ടോ. ഒരു 3 എംബ്രിക്ക് ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഒരു വാട്ടർ ടാപ്പും ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഇത് ഏകദേശം 1 വർഷത്തോളമായിട്ട് ഇവിടെ ഈ ഒരു രീതിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എംബ്രിക്കിൻ്റെ കമ്പനിയിൽ ഇവർ ഇന്ത്യക്കാരൊക്കെ കൈ കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ടാപ്പാണിത്. ഇവിടെ തന്നെ ഇത്രയും കാലം ഇവിടെ കിടന്നിട്ടും ഒരു കേടുപാടുകളൊന്നും പറ്റില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ മഴ നനഞ്ഞാൽ പൊളിഞ്ഞു പോകുമെന്നൊക്കെ പറയുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു സംഭവം. അപ്പോൾ നമ്മളെ ചെങ്കലിന് പകരക്കാരനായിട്ട് ഇറങ്ങിയിട്ടുള്ള മഡ് ബ്രിക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. വീട് പണിക്കൊക്കെ ഒരുപാട് ആളുകൾ, ഞങ്ങളും ഒരുപാട് ഈ ഒരു മഡ് ബ്രിക്ക് കൊണ്ട് വെച്ചിട്ട് പണിതിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കോതമംഗലത്തുള്ള P&A എംബ്രിക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഈ കട്ട ഉണ്ടാക്കുന്നത് കാണാനും ഇതിൻ്റെ ഉറപ്പൊക്കെ കാണാനും വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. വീട് വെക്കുന്ന സമയത്ത് എംബ്രിക്ക് ഉപയോഗിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. മെയിനായിട്ടുള്ള കാരണം ചെങ്കലിൻ്റെ ദൗർബല്യം തന്നെയാണ്. ചെങ്കലില്ലാത്ത മേഖലയിലാണ് അധികം ഈ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള, അതായത് ചെങ്കലിന് പകരക്കാരനാണല്ലോ, അപ്പോൾ ഒരു പ്രകൃതിദത്തമായി തണുപ്പും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എംബ്രിക്കിലേക്ക് ആളുകൾ ആകർഷമായി വരുന്നത്. ഇത് ഡബിൾ സൈഡ് പ്രസ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഉറപ്പിൽ അത്യാവശ്യം നല്ല ലോഡ് ബെയറിംഗ് ഒക്കെ ടെസ്റ്റിൽ കിട്ടിയിട്ടുള്ള കട്ടയാണ് ഈ ഒരു എംബ്രിക്ക് എന്ന് പറയുമ്പോൾ. ഒരുപാട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നിട്ട് വലിയൊരു പ്രശ്നങ്ങളൊന്നും എവിടെയും ഇതുവരെ എൻ്റെ ഒരു ശ്രദ്ധയിൽ പെട്ടിട്ടില്ല കേട്ടോ. ആരും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഇത്രയും ഉയരത്തിൽ കുന്നുപോലെ മണ്ണ് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മണ്ണെടുത്തിട്ട് ബ്രിക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത്രയും മണ്ണെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് അത്രയും അകലെ വരെ മണ്ണെടുക്കാനുണ്ട്. അപ്പോൾ ഈ സ്ഥലം ഫുള്ളായിട്ട് നിരപ്പാക്കി വരാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു മണ്ണ് കണ്ടാൽ മനസ്സിലാവും നല്ല ഉറപ്പുള്ള ചെങ്കലിൻ്റെ പാറ പോലത്തെ മേപ്പാറ മണ്ണാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊക്കെ മഡ് ബ്രിക്ക് ഉപയോഗിച്ചിട്ടൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ നേരിട്ട് പോയിട്ട് അവിടുത്തെ മണ്ണൊന്ന് കറക്റ്റ് നോക്കണം നല്ലതാണ്. നല്ല ഉറപ്പുള്ള മഡ് ബ്രിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല മണ്ണായിരിക്കണം, നല്ല കല്ലടങ്ങിയിട്ടുള്ള മണ്ണായിരിക്കണം, മേൽമണ്ണായിരിക്കണം. ഈ ചേടി പോലത്തെ തരി കുറഞ്ഞിട്ട് പൊടിമണ്ണോടുണ്ടാക്കിയ മഡ് ബ്രിക്ക് ഉറപ്പ് കുറവാണ് ഉണ്ടാവുക. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അനുഭവത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. നല്ല മണ്ണോടുണ്ടാക്കിയ മഡ് ബ്രിക്ക് നല്ല ചെങ്കലിനോളം ഉറപ്പ് വരുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്.